ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദിയും അശ്വതിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ജഗന്നാഥൻ വിളിച്ചു പറഞ്ഞപ്പോൾ മുതൽ ആദിയെ സംശയിക്കുകയാണ് വസുന്ധര. വസുന്ധര വർമ്മയോട് ഈ കാര്യം പറയുമ്പോൾ വർമ്മ ആദിയെ വിളിച്ച് ചോദിക്കാമെന്നാണ് പറയുന്നത്. എന്നാൽ അതൊന്നും വേണ്ടെന്നും തനിക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാമെന്നും ഒരാഴ്ച കൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കാമെന്നും വർമ്മയോട് പറയുകയാണ് വസുന്ധര. അങ്ങനെ സത്യങ്ങളൊക്കെ എനിക്ക് ബോധ്യമായതിനു ശേഷം മതി ആദിയെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം വസുന്ധരയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് വർമ്മ. പിന്നീട് കാണിക്കുന്നത് ആദിയുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുന്ന വസുന്ധരയാണ്. അതേസമയം മുറിയിൽ നിന്നും ഹാളിലേക്ക് വരുന്ന ആദി അവിടെ എങ്ങും ആരുമില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ട് വസുന്ധര തന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ആദിയുടെ പിന്നാലെ രഹസ്യമായി പോകുന്ന വസുന്ധരയാണ് കാണിക്കുന്നത്. തുടർന്ന് വീടിന്റെ പുറത്തെത്തിയതിനു ശേഷം ആദി അശ്വതിയെ ഫോൺ ചെയ്യുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വസുന്ധര വരികയാണ്. ഇവൻ ആരെയാ ഈ മറഞ്ഞു നിന്ന് ഫോൺ ചെയ്യുന്നത്? ഇനി ഒരു പക്ഷേ അശ്വതിയാണോ? എന്താണെങ്കിലും എനിക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ആദിയുടെ അടുത്തേക്ക് ശബ്ദമുണ്ടാക്കാതെ ചെല്ലുകയാണ് വസുന്ധര. എന്നാൽ ഇതൊന്നും അറിയാതെ അശ്വതിയുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആദി. ഒരു പക്ഷേ അശ്വതി ആരെന്ന് വസുന്ധരാമയ്ക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.